ഇമ്മാനുവൽ സിൽക്ക് ഷോറൂമുകളിൽ അവതരിപ്പിക്കുന്നു വെഡിംഗ് വൈബ്സ് ഫെസ്റ്റിവൽ ഓഫ് വെഡിംഗ്. ഇമ്മാനുവൽ സിൽക്സ് എം സ്പേസ് ഷോപ്പിംഗ് സെന്റർ, മേലെ പട്ടാമ്പി. പൊതുജനങ്ങളുടെ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിനായി മന്ത്രിമാരുടെ നേതൃത്വത്തിൽ നടത്തുന്ന കരുതലും കൈത്താങ്ങും അദാലത്തുകളുടെ ഭാഗമായി കൊണ്ടോട്ടി താലൂക്ക് തല പരാതി പരിഹാര അദാലത്തിൽ 223 പരാതികൾക്ക് പരിഹാരം. പൊതുജനങ്ങളുടെ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിനായി മന്ത്രിമാരുടെ നേതൃത്വത്തിൽ നടത്തുന്ന കരുതലും കൈത്താങ്ങും അദാലത്തുകളുടെ ഭാഗമായി കൊണ്ടോട്ടി താലൂക്ക് തല പരാതി പരിഹാര അദാലത്തിൽ 223 പരാതികൾക്ക് പരിഹാരമായി. മന്ത്രിമാരായ വി അബ്ദുറഹ്മാൻ, അഡ്വക്കേറ്റ് പി എ മുഹമ്മദ് റിയാസ് തുടങ്ങിയവരുടെ നേതൃത്വത്തിൽ കൊണ്ടോട്ടി ഹജ്ജ് ഹൌസിലാണ് അദാലത്ത് നടന്നത്. അദാലത്തിൽ ആകെ 965 പരാതികളാണ് ലഭിച്ചത്. 383 പരാതികൾ മുൻകൂറായും 582 പരാതികൾ അദാലത്ത് ദിവസവും ലഭിച്ചു. 144 പരാതിക്കാരെ മന്ത്രി നേരിൽ കണ്ടു. അദാലത്തിൽ 28 മുൻഗണനാ റേഷൻ കാർഡുകൾ വിതരണം ചെയ്തു. ഭൂമി സംബന്ധമായ 2 അപേക്ഷകളാണ് തീർപ്പാക്കിയത്. ജനങ്ങളുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണുകയാണ് സർക്കാരിന്റെ മുഖ്യ ലക്ഷ്യമെന്ന് കായിക വഖഫ് ഹജ്ജ് ന്യൂനപക്ഷ ക്ഷേമ വകുപ്പ് മന്ത്രി വി അബ്ദുറഹ്മാൻ പറഞ്ഞു. കേരളത്തിൽ ജനങ്ങളോട് നേരിട്ടിടപെടുന്ന അദാലത്ത് മലപ്പുറം ജില്ലയിൽ നാളെ അവസാനിക്കുകയാണ്. ഈ ഗവൺമെന്റ് അധികാരത്തിൽ വന്നതിന് ശേഷം ഒന്നാം അദാലത്ത് മുൻപ് നടത്തുകയാണ്. വലിയ തോതിലുള്ള പരാതികളായിരുന്നു ആ അദാലത്തുകളിൽ വന്നത്. അതിനുശേഷം ഇപ്പോൾ രണ്ടാമത്തെ അദാലത്ത് വരുന്നതോടുകൂടി പരാതികളുടെ എണ്ണം നല്ല രീതിയിൽ കുറച്ചു കൊണ്ടുവരാനാണ് കഴിഞ്ഞത്. കരുതലും കൈത്താങ്ങും അദാലത്തുകൾ വഴി പൊതുജനങ്ങളുടെ ഒട്ടേറെ പരാതികൾക്ക് പരിഹാരം കാണാൻ സാധിച്ചതായി പൊതുമരാമത്ത് ടൂറിസം വകുപ്പ് മന്ത്രി അഡ്വക്കേറ്റ് പി എ മുഹമ്മദ് റിയാസ് പറഞ്ഞു. കൊണ്ടോട്ടി ഹജ്ജ് ഹൌസിൽ നടന്ന അദാലത്തിൽ ജില്ലാ കളക്ടർ വി ആർ വിനോദ്, പെരിന്തൽമണ്ണ സബ് കളക്ടർ അപൂർവ ത്രിപാഠി, ADM MN മെഹർ അലി, വിവിധ ജില്ലാ താലൂക്ക് തല ഉദ്യോഗസ്ഥർ തുടങ്ങിയവർ സംബന്ധിച്ചു.